എടുത്തൂടെ? എനിക്കെടുത്തൂടെ? ബാക്ക് സൗകര്യമില്ല. ഇതല്ലേ അതിന്റെ ലക്ഷക്കണക്കിന് റുപ്യന്റെ വണ്ടിയാണ്. കുടിച്ചു തരാം. നിങ്ങൾക്ക് ആ ഗ്രൗണ്ടിൽ എടുത്തൂടെ? ബാക്ക് ആക്കിയാൽ പോരെ? എങ്ങനെയായിട്ട് തട്ടയും മുട്ടയും ചെയ്തിട്ട് കിടങ്ങും പോസ്റ്ററും കാണുന്നില്ല നീ? കിടങ്ങിനോ പോസ്റ്ററോ തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പെയിന്റെല്ലാം പോകും. ഇതിന്റെ പെയിന്റ് പോലെ നമ്മളെ ജീവിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് വരുന്നതാണ്. എന്റെ കുടിസ വണ്ടി അല്ലടോ. എനിക്കെടുത്തോ? നീ എടുക്ക്. ഞാൻ ലോഡ് വണ്ടിയല്ല അങ്ങനെ വരണ്ടേ? അത് നിങ്ങൾ സൈഡാക്കി കഴിഞ്ഞാൽ എന്റെ ലോഡ് വണ്ടിയായിട്ട് നീ എന്നെ എടുത്തോ? എല്ലോടി ആടെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആടെ ഒന്ന് സൈഡായിക്കൂടെ? നീ നോക്കി എടുക്ക്. എന്തോളിയാണ് ഈ എന്താ അറിയില്ല, ഭയങ്കര ചൊറിച്ചില്. 8 കാലം മറ്റേ കടിച്ചാന്ന് തോന്നുന്നു. കണ്ടേ? ആ ഇതിന് നല്ല പച്ച വരുന്നാ. ചീരട്ടാ, ഈ തുളസി മരുന്നാ? തുളസി മരുന്നോന്ന് അറിയില്ല, ഓന്റെ അനിയൻ കഞ്ചാവാ. പുതിയ കോമഡിയാ. നിങ്ങളുടെ ലേശം കൂടെ തിരിഞ്ഞാ ആ ഗഫൂറല്ലേ വരുന്നത്. കുറച്ച് ദിവസം നിന്നെ കാണാത്തെ എവിടെയായിരുന്നു? ഞാൻ ഇന്ന് രാവിലെ എത്തിയ പോട്ടക്കേനും. നിങ്ങളെ മില്ലിന്റെ എല്ലാ അവസ്ഥ എന്തുണ്ട്? ഇല്ലിന്റെ എല്ലാം അങ്ങനെ പോന്ന്. പിന്നെ ആടെ പണിക്കാറെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല തന്നെ. വണ്ടി വിളിക്കാൻ പോയി. വണ്ടിയിലല്ലോ വന്നിരിക്കും. വണ്ടിയില്ല. നീ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്പർ ലോക്കാന്നല്ലോ. ബോധമില്ലാത്ത ആളോട് എങ്ങനെ നമ്പർ ലോക്ക് ചോദിക്കുക? എല്ലാം പരിശോധിച്ചു ഉള്ളിലുള്ളതാണ്. ഇപ്പൊ എന്താ ചെയ്യാ? നീ ഇപ്പൊ വേറെ വണ്ടി പിടിക്കണ. വണ്ടിയും കാണുന്നില്ലല്ലോ ആവശ്യത്തിന്. എന്തായി കിട്ടില്ല? എടാ പിന്നെ ആർക്കോ സുഖിലേറ്റ് എന്റെ ഗുഡ്സാടെ കുടിച്ചിന്. വരുന്നു. അത് അതുകൊണ്ട് പിന്നെ അവർക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല, ഗുഡ്സാ കുടിച്ചിന്. ഞാൻ ഒന്ന് നോക്കിയിട്ട് 10 മിനിറ്റോടെ ഞാൻ അവിടെ എത്തും. ഓക്കെ, നീ പോയേക്കല്ലേ കേട്ടാ? ഇതല്ലേ വരുന്നേ. നീ പോവല്ലാന്ന്. ഞാൻ ഇപ്പൊ എത്തും. ഓക്കെ അടുക്ക്. ഡ്രൈവറെ വേറെ വണ്ടിയൊന്നും കിട്ടാത്തോണ്ടാ. ഇയാൾക്കല്ലേ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ വണ്ടിയുള്ള ആളല്ലേ. നമ്പർ ലോക്ക് തുറക്കാൻ കഴിയുന്നില്ല. എനക്ക് സമയമില്ല. ഡ്രൈവർ അങ്ങനെ പറയല്ല പ്ലീസ്. ഒരു മനുഷ്യത്വോ? ഇയാളെ പോലെ തന്നെ ഞാനായി കഴിഞ്ഞാൽ ഇയാളും ഞാനുമായിട്ട് എന്താ വ്യത്യാസം? വാ ഇരിക്ക്.
സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. ആരെയും ചെറുതായി കാണരുത്. അമിത ദേഷ്യവും വാശിയും നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും. ഓർക്കുക, ഓർത്താൽ നല്ലത്.